എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുവാനാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. 6 വിരൽ മുറിച്ചു മാറ്റാനെത്തിയ 4 വയസ്സുകാരുടെ നാവിന്റെ തുമ്പ് മുറിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയാണ് കുട്ടി. കുഞ്ഞിന്റെ നാവിനും പ്രശ്നമുണ്ടായിരുന്നുവെന്നും തെറ്റിദ്ധരിച്ച് ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നുവെന്നുമാണ് വിശദീകരണം. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. കൈവിരലിന്റെ ശസ്ത്രക്രിയയ്ക്ക് എങ്ങനെയാണ് നാവിന് ശസ്ത്രക്രിയ നടത്തിയത്? എന്താണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം? ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അതായത് കൈവിരൽ, ആറാമത്തെ വിരൽ മുറിച്ചു മാറ്റുന്നതിന് യാതൊരു ബന്ധവുമില്ലാത്ത നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു തമാശയ്ക്കൊപ്പം തന്നെ വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂടിയാണ്. ഇതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ, അതായത് അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ആശുപത്രി അധികൃതർ പറയുന്നത്, ആറാമത്തെ കൈവിരൽ മുറിച്ചു മാറ്റുന്നതിനായി കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ കുഞ്ഞ് വലിയ ശബ്ദത്തിൽ കരയുന്നുണ്ടായിരുന്നു. ആ കരയുന്ന സമയത്ത് കുഞ്ഞിൻ്റെ നാവിന് പ്രശ്നമുള്ളതായി കണ്ടു. അങ്ങനെ ഡോക്ടർ തെറ്റിദ്ധരിച്ച് നാവിൻ്റെ ചെറുനാവ് എന്ന് പറയുന്ന ഒരു ഭാഗം വളർന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് ശസ്ത്രക്രിയ ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് അവിടുത്തെ ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ പുറത്തെത്തിയപ്പോൾ, അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ ആറാമത്തെ ചെറുവിരൽ മാറ്റിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ രക്ഷിതാക്കൾ ചോദിച്ചപ്പോഴാണ് ആറാമത്തെ വിരലിനായിരുന്നു സർജറി നടത്തേണ്ടിയിരുന്നത് എന്ന് ഡോക്ടർക്ക് മനസ്സിലായത്. ഉടൻ തന്നെ ആ ശസ്ത്രക്രിയയും ചെയ്യുകയായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്ന വിശദീകരണം. എന്നാൽ ഈ കാര്യത്തിൽ ബന്ധുക്കൾക്ക് പരാതിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം 2 ശസ്ത്രക്രിയയും ചെയ്തതിൽ ഡോക്ടർ തങ്ങളോട് മാപ്പപേക്ഷിച്ചുവെന്നും ഈ നാവിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞതെന്നും ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ്. കാരണം ഈ 2 ശസ്ത്രക്രിയയും ഒരുമിച്ച് ചെയ്യാൻ ഡോക്ടർക്ക് ആര് അധികാരം നൽകി? മാത്രവുമല്ല, നാവിന് ഇത്തരത്തിലൊരു പിഴവുണ്ടായിരുന്നു എന്നത് ഡോക്ടർ ആദ്യമേ തന്നെ കണ്ടെത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അതൊക്കെ അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഗുരുതര ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പോലീസിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. കാരണം ഡോക്ടർ മാപ്പ് പറഞ്ഞതിനാൽ തങ്ങൾക്കും പരാതിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ബന്ധുക്കളുള്ളത്. ശരി സാനിയോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ഡോക്ടർമാർക്ക് സംഭവിച്ച പിഴവിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ 4 വയസ്സുകാരിയായ ആ കുഞ്ഞിന് ഒരു ആറാമത്തെ വിരൽ ഉണ്ടായിരുന്നു. ആ വിരൽ സർജറി ചെയ്ത് മാറ്റാനാണ് വന്നത്. എന്നാൽ വിരലിന് പകരം നാക്കിൻ്റെ കെട്ടാണ് സുഹൃത്തുക്കളെ, നാക്കിലാണ് ഓപ്പറേഷൻ നടത്തിയത്. ആലോചിച്ച് നോക്കുക, ഈ ഡോക്ടർമാരെയൊക്കെ സമ്മതിക്കണമല്ലേ, ഭയങ്കരം തന്നെ. നമ്മുടെയൊക്കെ ഗതികേട് അല്ലാതെ എന്ത് പറയാനാണ്. ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് ആ ഒരു അന്തവും കുന്തവും ഡോക്ടർമാരായിപ്പോയി. ചക്കയെന്ന് കേട്ട് കഴിഞ്ഞാൽ മാങ്ങയെന്ന്, ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയെന്ന് കേൾക്കും. അപ്പോൾ അത്രയും അശ്രദ്ധ, അതാണ് ഞാൻ പറയാൻ വന്നത്. അശ്രദ്ധയാണ് ഇവിടെ വില്ലനായിരിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞിന് നാക്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഭാവിയിൽ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡോക്ടർ തന്നെ ഉത്തരവാദിയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇച്ചിരിയെങ്കിലും ഒരു ബോധമുള്ളവരെ നീറ്റ് ജയിപ്പിച്ചാൽ തന്നെയും അത് ആ നീറ്റ് പഠിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇപ്പോൾ ഒരു ഡോക്ടറാവണം, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറാവണം എന്നൊരു പ്രതിജ്ഞ എടുത്തിരിക്കണം ആ ഡോക്ടർ, ആ MBBS പഠിക്കുന്ന വ്യക്തി, ആണോ പെണ്ണോ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഡോക്ടർമാരാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ഇങ്ങനെയുള്ളവരെ സസ്പെൻഡ് ചെയ്യുക, ഒരു ദയാദാക്ഷിണ്യം കൂടാതെ സസ്പെൻഡ് ചെയ്യുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുമില്ല. കാരണം ഇതേ കണക്കത്തുള്ള ഡോക്ടർമാർ ഉണ്ടെങ്കിൽ രോഗികൾ കുന്നുകൂടും. രോഗങ്ങൾ ശമിക്കുകയില്ല എങ്കിൽ അതിന് പകരം രോഗികൾക്ക് മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഇങ്ങനത്തെ ഉള്ള ഡോക്ടർമാർ. അപ്പോൾ
എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാര്യം എൻ്റെ കുടുംബത്തിലും ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയുള്ളൊരു മെസ്സേജ് എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൂടി പെടുത്താനാണ്. എൻ്റെ സുഹൃത്തുക്കളിലും ഡോക്ടർമാരുണ്ട്. അതേ കണക്ക് എൻ്റെ ബന്ധുക്കളിലും ഡോക്ടർമാരുണ്ട്. MBBS പഠിച്ചിറങ്ങിയവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക. നല്ല രീതിയിൽ സേവനം അനുഷ്ഠിക്കുക. ഒരു രോഗിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന് അല്ലെങ്കിൽ അവൾക്ക് എവിടെയാണ് എന്ത് തകരാറാണോ ഉള്ളത് ആ തകരാറ് കണ്ടുപിടിച്ച് ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അതേപോലുള്ള കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ കാണിച്ച നെറികേടിന് ആ ഡോക്ടറെ ആരെങ്കിലും രക്ഷിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ അതിനെതിരെ ഒന്നടങ്കം ജനം പ്രതിഷേധിക്കണം. നല്ല രീതിക്ക് പ്രതിഷേധിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ആണെങ്കിലും കണ്ടൻറ് ആണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ സോമൻ ഫ്രം നേർക്കാഴ്ച.